ഹലോ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പിള്ളേരെ ട്യൂഷൻ വിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇച്ചാൻ സൈറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്ത് സർപ്രൈസ് എന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു വലിയ കോഴി. ഇത് ഇച്ചായൻ്റെ കൂട്ടുകാരന് ഫോമുണ്ട്. അപ്പോൾ ആ ഫോമിൽ ഉണ്ടായിരുന്നത് ഇത് 5 kg ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അതിനിങ്ങനെ ഇച്ചാനെ കണ്ടപ്പോൾ പറഞ്ഞു കോഴി വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ ഇച്ചാൻ പറഞ്ഞു ഓക്കെ, അവരുടെ ഫോമിൽ നിന്ന് തരുന്നതല്ലേ, അപ്പോൾ അങ്ങനെ തന്നേരെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചാൻ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടോ അതിനെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് കത്തിയെല്ലാം ഇങ്ങനെ തേക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ കോഴി നമ്മൾ കണ്ടിക്കണ്ടേ, കച്ചക്കടക്കടക്കടക്കെന്നൊക്കെ കണ്ടിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇതാ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നെ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡിസിഷൻ എടുത്തിട്ട് വന്നത് എന്താ, തന്തൂരി ആക്കാമെന്ന് വെച്ചു. അപ്പോൾ തന്തൂരി ആക്കാൻ ഓവനൊന്നും ഇല്ല കേട്ടോ. ഓവനൊന്നും ഇല്ലാതെ, ഓവനിലൊന്നും ആക്കാതെ വേറെ രീതിയിൽ തന്തൂരി ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ എനിക്ക് എല്ലാം പീസസ് ഞാൻ പറയുന്ന രീതിക്കല്ല എനിക്ക് കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇച്ചാൻ കോഴിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഫുൾ കോഴിനൊക്കെ കൊണ്ടുവന്ന് ഇച്ചാൻ കേട്ടോ ക്ലീൻ ചെയ്ത് തരുന്നത്. എനിക്ക് നല്ല ഹെൽപ്പാണ് ഇച്ചാൻ. ഇങ്ങനത്തെയൊക്കെ നല്ല സപ്പോർട്ടും ഹെൽപ്പൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേ രീതി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഫോളോ ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും ഷെയറും കമൻറ്റും അടിക്കാനും മറക്കല്ല കേട്ടോ. അങ്ങനെ ഇച്ചായനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓരോ പീസസിനെ എടുത്ത് കഴുകുന്നത് എനിക്കിങ്ങനെ കഴുകുന്നതാണ് കേട്ടോ ഇഷ്ടം. ഓരോ പീസ് എടുത്ത് കഴുകുന്ന ഇഷ്ടം. അപ്പോൾ ഇച്ചായൻ എനിക്കങ്ങനെ ഓരോന്ന് വൃത്തിയാക്കി കഴുകി തരുന്നുണ്ട്. വൃത്തിയാക്കി മാറ്റി കഴുകി വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ അല്ല, ഇനിയും കഴുകാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴുകുന്ന നോക്കി നിൽക്കുമ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് ഉരുട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാ നാരങ്ങ ഉരുട്ടുന്നത്? അപ്പോൾ പറഞ്ഞു അതെനിക്കും അറിയാവുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. നാരങ്ങ എന്തിനാണെന്ന് വെച്ചാലേ നമ്മൾ ഈ ചിക്കനെ ഫുള്ളൊന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ വിനേഗറായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം റെഡി അതിൻ്റെ അകത്തോട്ട് ഫുൾ അതിൻ്റെ നീരെല്ലാം ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ ഫുൾ ചിക്കനെല്ലാം വാരി അതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. മൊത്തം ചിക്കനും അതിൻ്റെ അകത്തോട്ട് വാരി എല്ലാം ഇട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ചിക്കനെ നോക്കി ഗച ആ നാരങ്ങയെല്ലാം ഇങ്ങനെ ഞെരടി തിരുമ്മി എല്ലാം കഴുകി എൻ്റെ കയ്യിലേക്ക് തന്നു. ഇപ്പം എൻ്റെ ടൈമാണ് കേട്ടോ. ഇത് കിട്ടിയ വഴിയെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. നമ്മുടെ കത്തി എടുത്തിട്ട് നമ്മൾ മീനങ്ങ് വരയത്തില്ലേ, അതേ രീതി ജഗ എന്ന് ഫുള്ള് വരയാൻ തുടങ്ങി. ഒരു പീസും വിടാതെ ഫുള്ള് വരഞ്ഞെടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ എല്ലാ പീസുകളും നമ്മൾ മീൻ വരയുന്നോട്ട് മൊത്തം വരഞ്ഞെടുക്കും. എല്ല് പീസൊന്നും നോക്കുന്നില്ല, ഏത് പീസൊന്നും നോക്കുന്നില്ല, എല്ലാം കിട്ടുന്ന രീതി വരഞ്ഞെടുത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അരച്ച് വെച്ചതുണ്ടായിരുന്നു, കാലിയായി, അതുകൊണ്ടാണ് കേട്ടോ, തീർന്നു പോയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് റെഡ് ചില്ലി പൗഡറും കുറച്ച് മല്ലി പൗഡറും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്തൂരി മസാല പാക്കറ്റ് കിട്ടിയായിരുന്നു, അതും ഇട്ട് തൈരും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ആക്കി വെച്ച് ഫ്രണ്ട്സ്. ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നില്ലല്ലോ. നമ്മുടെ ചിക്കൻ ഇങ്ങനെ എടുത്തു ആ വരഞ്ഞ് വെച്ച പീസിലേക്കെല്ലാം ഫുൾ